അപ്പോൾ ഇന്ന് എൻ്റെ സഹോദരങ്ങളും ഒത്തൊരു തീർത്ഥാടന യാത്ര പോകാനുള്ള പരിപാടിയാണ്. അപ്പം നമ്മൾ സഹോദരങ്ങൾ മാത്രമല്ല, നമ്മുടെ നെയ്ബറായ സജിയാണ് പിന്നെ ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് ബസ്സിനകത്ത് ഒരു 10-40 പേരോളമാണ് പോകുന്നത്. അപ്പം മാതാമല പള്ളി പോകാനാണ് ഉദ്ദേശം. അപ്പം അതിനിടയ്ക്ക് കുറേ കൊച്ചു പള്ളികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നമുക്ക് വഴിയെ കാണാം. അപ്പം നമ്മൾക്ക് ഇനി ഓരോ പള്ളിയിലും പോകുന്നത് നമുക്ക് വഴിയെ കാണാം. അപ്പം എൻ്റെ മൂത്ത ചേച്ചിയുണ്ട്, രണ്ടാമത്തെ ചേച്ചിയുണ്ട്, പിന്നെ എൻ്റെ കൊച്ചാങ്ങളയുണ്ട്, കൊച്ചു നാത്തൂനുണ്ട്, ഞാനും ഉണ്ട്. പിന്നെ 2 ആങ്ങളമാർക്ക് വരാനായിട്ട് സാധിക്കത്തില്ല. കാരണം അച്ഛനിപ്പം നൊയമ്പ് കാലമൊക്കെ ആയതുകൊണ്ട് പള്ളിയിലൊക്കെ പ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരാങ്ങളെ എറണാകുളത്താണല്ലോ, അപ്പോൾ അതുകൊണ്ട് ദൂരം ആയതുകൊണ്ട് അച്ചാച്ചന് വരാനും പറ്റിയില്ല. അപ്പം ഞങ്ങളുടെ യാത്രയൊക്കെ ഒന്ന് കാണിക്കും. വെട്ടുകാട് പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കടലിൻ്റെ തീരത്താണ് വെട്ടുകാട് പള്ളി. ഓരോ പള്ളിക്കും ഓരോ പ്രത്യേകതയുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹെടപ്പള്ളി പള്ളി പോയിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സഹോദരങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ മൂത്ത ചേച്ചിയുണ്ട്, രണ്ടാമത്തെ ചേച്ചിയുണ്ട്, കൊച്ചാങ്ങളയുണ്ട്, കൊച്ചു നാത്തൂനുണ്ട്. 2 ആങ്ങളമാർക്ക് വരാൻ പറ്റിയില്ല. ഞങ്ങളൊരു വണ്ടിക്കകത്ത് കൊള്ളുന്ന ആൾക്കാർ വന്നിട്ടുണ്ട്. നല്ലിലയിൽ നിന്നാണ് വണ്ടി പുറപ്പെട്ടത്. അപ്പോൾ ആൾക്കാരൊക്കെ വെള്ളത്തിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം. നല്ല തിരയൊക്കെ കയറി വരുന്നുണ്ട്. അപ്പം നല്ലൊരു പള്ളിയാണ് നമ്മുടെ വെട്ടുകാട് പള്ളി. വന്നതാണ് മാതാമല പള്ളി പോകാനായിട്ട് വന്നതാണ്. പോകുന്ന വഴിക്ക് ഞങ്ങളിവിടെ വെട്ടുകാട് പള്ളിയിൽ ഇറങ്ങി ആ പള്ളിയൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നായിരുന്നു. ഇപ്പം ചേച്ചിക്ക് ഏതാണ്ടൊന്ന് പറയാനുണ്ട്. വെട്ടുകാട് പള്ളിയിൽ ഞാനും ആദ്യമായിട്ടാണ് വരുന്നത്. കാണാൻ നല്ല ഭംഗിയാണ് ഈ പള്ളി. അതിൻ്റെ അടുത്ത് തന്നെയാണ് കടലും. ഞങ്ങൾ ബീച്ചിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. തിരമാലകൾ ഇങ്ങനെ വന്നടിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ മാതാമല പള്ളിയിലേക്ക് പോകാനിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം കൊച്ചാങ്ങളെ തന്നെ വന്ന് ഫോട്ടോ ഒക്കെ ഇട്ട് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ആഗ്രഹം, മാതാമല പള്ളി ഒന്ന് കാണണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഇനി പുറകാലെ കാണാം. എന്താ ഇവിടെ വന്ന് എല്ലാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തതിൽ സന്തോഷം. ആദ്യമായിട്ട് വരുക, ഒന്ന് കാണാനൊക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായി. പള്ളിയുടെ ഉൾവശം കാണാനാണ് ഏറ്റവും നല്ല ഭംഗിയാട്ടോ. പോകുന്ന വഴിക്ക് കാഴ്ച ബംഗ്ലാവിൽ നിർത്തിയൊക്കെയാണ്. നമുക്ക് സൂനത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. മുമ്പോട്ട് പോകുന്തോറും കാണുമായിരിക്കും. ഏതാണ്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ സൂവിലെ വലിയ കാഴ്ചകളൊക്കെ കാണാനായിട്ട് വന്നതായിരുന്നു. പക്ഷേ വളരെ നിരാശാജനകമായി പോയി എന്നുള്ളതാണ്. എങ്ങാണ്ടെന്നോ കുറച്ച് ദേശാടന പക്ഷികൾ വന്നിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു ഇവിടെ കാഴ്ചയായിട്ട്. നല്ല മുളയുടെ കൂട്ടം നിൽപ്പുണ്ട്, അത് കാണാൻ കൊള്ളാം. അവിടെ 2 കാണ്ടാമൃഗം കിടപ്പുണ്ട്. അടുത്ത സ്ഥലത്തോട്ട് പോകാം. അടുത്ത റൈനോസറസ് എന്ന് പറയുന്ന മാനുകൾ കുറേ കിടപ്പുണ്ട്. ഇത് കൊള്ളാം. ആട്ടിൻകുട്ടികളെ പോലെ ഉണ്ട് മാനുകൾ. ഇത് പുള്ളിമാൻ. ഇപ്പം 3 ടൈപ്പ് മാനുകളെ കണ്ടു. പിന്നെ കുറേ പുള്ളിമാൻ കുട്ടികൾ ഇവിടെ നിൽപ്പുണ്ട്. കാണ്ട നിൽക്കുന്നായിരുന്നു. മാനുകളുടെ വെറൈറ്റിയാണ് ഇവിടെ കൂടുതലായിട്ട് നമ്മൾ കണ്ടത്. ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ആ മരത്തെ കയറി പോകുന്നുണ്ടോ? പുള്ളിപ്പുലി ആ മരത്തെ കൂടെ കയറി പോകുന്നുണ്ട്. ആ തടിയെ കൂടെ കയറി പോകുന്നുണ്ടല്ലേ?
കടുവയെ കുളിപ്പിക്കുകയാണ്. അത് കുടിക്കുകയും ചെയ്യുന്നുണ്ട് വെള്ളം. കളിക്കുന്നത്. ആ അതാ വന്നു. ഹായ്. വെള്ളത്തിന് നല്ല സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഓരോന്നൊക്കെ കിടപ്പുണ്ട്. സൂക്ഷിച്ചൊക്കെ നോക്കി കണ്ടുപിടിക്കണം ഓരോന്നിനെ. ഇവിടെ കുറച്ച് ലവ് ബേർഡ്സ് ഉണ്ട്. മുകളിലോട്ടിരിപ്പുണ്ട്. ഇവിടെ എല്ലാം ബേഡ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. എല്ലാവരുടെ നേരം ഇങ്ങനെ ഇരിപ്പുണ്ട്. രസമുണ്ട് കാണാൻ. ഇവരിഷ്ടം പോലെ ഇവിടെ കിടപ്പുണ്ട്. മുള്ളം പന്നി ഒരാളെ കിടപ്പുണ്ട്, പക്ഷെ അനക്കമൊന്നും ഇല്ലെന്നേ ഉള്ളൂ. ജീവനുണ്ട്. ഇങ്ങനെ അനങ്ങാതെ കിടന്നോളും. ഒരാൾ വരുന്നുണ്ടോ? ഓ അടിയോടെ. പിന്നെ നമ്മളെ പാമ്പിൻ്റെ സെക്ഷനാണ് ഇവിടെ എല്ലാം. ഉണ്ടോ? തടിയിലൊരു പച്ചിലപ്പാമ്പ് ഇരിപ്പുണ്ട്. ഇരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഓ എമണ്ടൻ സാധനം. ഇല്ല, മേളിലും കിടക്കുന്നുണ്ട്. സൂ കണ്ടപ്പം കനകുന്ന് കൊട്ടാരങ്ങൾ നടത്തുമെന്ന് കരുതി എല്ലാവരും കൂടെ ഇനി കൊട്ടാരത്തിലോട്ടൊരു യാത്ര. തുടക്കമായതേ ഉള്ളൂ. എല്ലാവരും കുഴഞ്ഞു. സൂവിൽ നടന്നപ്പോഴത്തേക്ക് പൂച്ചെടികളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. തെറ്റുകളൊക്കെ നിൽക്കുന്ന ചന്തം കണ്ടോ? ഞങ്ങൾ കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ മുൻപാകെ നിൽക്കുകയാണ്. ഇവിടുത്തെ ചെടികളുടെ വിന്യാസമൊക്കെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. നല്ല തെച്ചിപ്പൂക്കളും നല്ല ഭംഗിയുള്ള കടലാസ് ചെടികളും എല്ലാം കൊണ്ട് അലങ്കൃതമായ ഈ കൊട്ടാരം മനോഹരമായിരിക്കുന്നു. ഞങ്ങൾ സഹോദരങ്ങളും എല്ലാവരും കൂടി 10-38 പേര് ഇവിടെ കാണാൻ വന്നിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാതാമലയിലോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് 1-2 പള്ളിയോടെ കയറാനുണ്ട്. അവിടെയും കയറിയിട്ട് വേണം മാതാമലയ്ക്ക് പോകാൻ. അപ്പം കനകക്കുന്ന് കൊട്ടാരത്തെക്കുറിച്ച് പറയുകയെന്നുണ്ടെങ്കിൽ വിശദമായിട്ട് പറയാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നന്നായിരിക്കും. ഇല്ലയോ? അതെ, ഇവിടെ ആരെയും കണ്ടില്ല, ഗൈഡിനെയൊന്നും കണ്ടില്ല. അതിനകത്ത് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും, പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഞങ്ങളെല്ലാം കയറി കണ്ടുപയോഗിച്ചിരുന്ന വാദ്യോപകരണങ്ങളും മറ്റുള്ള സാധനങ്ങളും ഒക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. കാണാൻ കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ നേരമൊന്നും ഇവിടെ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കാനൊന്നും ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ പോവുകയാണ്. അപ്പം കനകക്കുന്നിനോട് വിടാം. നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാനായിട്ട്. എല്ലാ ചെടികളെല്ലാം നനച്ച് നല്ല സുന്ദരി മണികളായിട്ട് മനസ്സും എല്ലാവരെയും കണ്ട് തിരിച്ചു വന്നു. കനകക്കുന്ന് കൊട്ടാരവും കണ്ട് എല്ലാവരെയും വണ്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി ഞങ്ങൾ അരപ്പള്ളിയിലോട്ടാണ് വന്നിരിക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച്, തിരുവിതാംകോട് അരപ്പള്ളി. അരപ്പള്ളി എന്ന് കേട്ടപ്പോൾ ഞാൻ കരുതി വേറെ എന്തെങ്കിലുമൊക്കെ ഷേപ്പായിരിക്കും കരുതി. സത്യമാണ്, ഒരു പള്ളിയുടെ പകുതി മാത്രമേ ഉള്ളൂ ഷേപ്പ്.
ഇതിനകത്തും അകത്തൊക്കെ പോയി നമുക്ക് കാഴ്ചകൾ കാണാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 2000 വർഷം പഴക്കമുള്ള ഒരു കിണറാണ് ഈ കാണുന്നത്. അവിടെ നെറ്റൊക്കെ ഇട്ടിട്ട് ആൾക്കാർ വിശ്വാസികൾ വന്നിട്ട് പൈസയൊക്കെ ഇട്ടിരിക്കുകയാണ് അവിടെ. ഇതാണ് അരപ്പള്ളിയുടെ ഒരു വശം. വളരെ ചെറിയൊരു പള്ളിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ അരപ്പള്ളിയിൽ നിന്ന് നമ്മൾ യാത്രയാവുകയാണ്. റമ്പാച്ചൻ എല്ലാവരെയും ഇടയ്ക്കൊക്കെ പിടിച്ച് പ്രാർത്ഥിച്ചു, അനുഗ്രഹമൊക്കെ പ്രാപിച്ചു. അടുത്തത് സാരി മാതാ പള്ളി ആണ് പള്ളിയുടെ പേര്. നല്ലൊരു പള്ളിയാട്ടോ. എല്ലാ പള്ളിക്കും അതിൻ്റേതായ ഓരോ പ്രത്യേകതകളുണ്ട്. നമുക്കകത്തോട്ട് പോയി കാണാം. അടുത്ത നമ്മൾ വന്നിരിക്കുന്നത് കാറ്റാടിമലയിലാണ്. എല്ലാം കുന്നുകളാണ്, പാറക്കെട്ടുകളാണ്. എല്ലാവരും കുഴഞ്ഞ്. ദിവസം കുഴഞ്ഞോ? കളർന്നോ? ആ കുഴയും. അതോടെ നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. എപ്പം വീഴുമെന്ന് വിചാരിച്ചിരിക്കുന്ന രീതിയിലായിരിക്കുന്നത് പാറകൾ. കാറ്റാടി മലയിലെ പള്ളിയിൽ കയറിയിട്ട് അവിടെ നമ്മൾ ഇറങ്ങുകയാണ്. ഇങ്ങനെ സ്റ്റെപ്പ് കെട്ടി ഓരോ ഇടത്തും ഇങ്ങനെ പള്ളികളും മാതാവിൻ്റെയും ദൈവത്തിൻ്റെയൊക്കെ ഓരോ രൂപങ്ങളും ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകണം. പാറയ്ക്കകത്തെല്ലാം ഓരോ പണികൾ ചെയ്ത് വെച്ചിരിക്കുക. എത്ര വയ്യെങ്കിലും നമ്മളങ്ങ് കയറിപ്പോകും. കാരണം ഇനി നമ്മൾ ഇതന്നായിട്ട് വരുന്നില്ലല്ലോ. കുഞ്ഞാൻ്റെ കുഴഞ്ഞോ? റെജി ഓക്കെ. അപ്പം മധുരയ്ക്ക് പോകുന്ന റൂട്ടിലാണിത്. അതെ അതെ. കുരിശിൻ്റെ വഴിയുടെ എല്ലാ ചിത്രീകരണങ്ങളും 14 സ്ഥലത്തായിട്ട് അതിൻ്റെ രൂപങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങ് ദൂരെ കാറ്റാടി മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. കാറ്റാടി മരം എന്ന് വെച്ചാൽ നമ്മുടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അത് കാണാൻ ഇച്ചിരി പ്രയാസമാണ്. കുറേ ഉണ്ട് അവിടെയൊക്കെ. അങ്ങനെ മാതാമല പള്ളിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. പിന്നെ കുറേ മല കയറാനുണ്ട്. അത് കയറിയിട്ട് വന്നിട്ട് വേണം നമുക്ക് പള്ളിക്കകത്തോട്ട് കയറാനായിട്ട്. കുന്നിൻ്റെ മുകളിലാണ് പള്ളി. ഇനി അങ്ങ് വരെ കയറണം. ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകണം കേട്ടോ. എൻ്റെ അമ്മ. ഇനി എന്തായാലും കയറട്ടെ. നമ്മളിവിടെ മല കയറിയപ്പോഴത്തേക്ക് രാത്രിയായി കേട്ടോ. അയ്യോ, ഇനിയും കയറട്ടെ. കുഴഞ്ഞിവിടെ ഇരിക്കുകയാണ് ഓരോരുത്തർ. സുസാമോ
എന്തേ കയറുന്നില്ലേ ഇനി? വാ, ഇനി എത്രയില്ല, ഇത്രയും കയറാമെങ്കിൽ പിന്നെ അതോടെ കയറാം. ഇനിയുണ്ടോ കുറേ? ഇനിയുണ്ടോ? ആന്നോ? ഇനിയാ കാണാനുള്ള കാഴ്ച എന്നാ പറയുന്നത്. എങ്കിൽ പോയിട്ട് വരാം നമുക്ക്. ഈ മലയുടെ പുറത്ത് നിന്നാലേ തമിഴ്നാട് മൊത്തവും കാണാൻ തോന്നും. ഉണ്ടോ? ഒരതിശയം സത്യം പറഞ്ഞാൽ. ഇനി തിരിച്ചിറങ്ങി പോകുന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. കയറാമെങ്കിൽ എന്തായാലും ദൈവം തമ്പുരാനെ ഇറങ്ങാനും സഹായിക്കും. ഇനിയും കിടക്കുകയാണ് മുകളിലോട്ട്. രാത്രി ഞങ്ങളെല്ലാവരും ഇങ്ങനെ മാതാവിനെ വിളിച്ചുകൊണ്ട് മല കയറുകയാണ്. എല്ലാം സ്റ്റെപ്പാണ് കേട്ടോ. കുത്തനെ അഗാധമായ ഗർത്തങ്ങളാണ് അവിടെയൊക്കെ. അങ്ങനെ ഞങ്ങൾ മാതാമലയുടെ ഏറ്റവും ഉയരത്തിലുള്ള മാതാവിൻ്റെ സന്നിധാനത്തെത്തി. അയ്യോ, സമ്മതിക്കണം ഇവിടെ ഇത്രയും പണികളൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. കുഞ്ഞോളെ എന്താ പറയുന്ന? അവിടെ കാണാൻ ഇരുന്നത് വല്ലതും കാണാൻ പറ്റുമോ? കാണേണ്ട ഒരു കാഴ്ച തന്നെ ആയില്ല. വേവിച്ചാലും എന്താ പറയാനുള്ള ഇവിടെ വന്നിട്ട്? ആദ്യമായിട്ടാന്ന് വരുന്നേ? ആദ്യമായിട്ടാണ്. ഇങ്ങനെ ഒരു മല നമ്മൾ കണ്ടിട്ടില്ല അല്ലയോ? അയ്യോ, ഇത് ഭയങ്കരം തന്നെ. ഇത് പകലായിരുന്നെങ്കിൽ എല്ലാം നല്ലതായിട്ട് കാണാമായിരുന്നു. പക്ഷെ രാത്രിയിൽ ലൈറ്റും ഒക്കെ കാണാൻ എന്നേ ഉള്ളൂ. ഈ മലകളൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. നമ്മുടെ വണ്ടി സ്വല്പം ഒന്ന് ലേറ്റായിപ്പോയി. നമ്മൾ ഇതിനിടയ്ക്ക് സൂല് കയറിയതായിപ്പോയി, കുഴപ്പമെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വണ്ടിയെ കയറി വീട്ടിലേക്ക് പുറപ്പെടുക. ഇപ്പം സഹോദരങ്ങളുമൊക്കെ ഒത്ത് നമ്മൾ വലിയ യാത്രയല്ലെങ്കിലും കൊച്ചു യാത്രയാണെങ്കിലും ഇങ്ങനെ ഒരു കൊച്ചു യാത്രയൊക്കെ നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോകുന്നത് വളരെ സന്തോഷമാണ്. സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് ജീവിക്കുന്നത് എത്ര മനോഹരം എന്ന് ബൈബിളിൽ പറയുന്നത് പോലെ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഒരു കൊച്ചു യാത്രയൊക്കെ പോകുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. മിക്ക പള്ളികളിലും നമുക്ക് കയറാനായിട്ട് സാധിച്ചു. ഇതുവരെയും പോകാത്ത പള്ളികളായിരുന്നു കേട്ടോ എല്ലാം. വെട്ടുകാട് പള്ളിയിൽ മാത്രമേ ഞാൻ ഇതിനകത്ത് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള പള്ളികളിലൊക്കെ ആദ്യമായിട്ടാണ് പോകുന്നത്. അരപ്പള്ളിയൊക്കെ പോകണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു, പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ കൂട്ടത്തിൽ അതും സാധിച്ചു. മാതാമല പള്ളിയിൽ എന്തായാലും പോകാത്തവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം ആ ഒരു മലയുടെ മുകളിൽ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് കയറാൻ പറ്റുന്നവർ, മല കയറാൻ പറ്റുന്നവർ എന്ന് വെച്ചാൽ സ്റ്റെപ്പാണ് കേട്ടോ. കയറാം, എന്തായാലും നമ്മൾ ഇറങ്ങി വരികയും ചെയ്യും. പക്ഷേ തിരിച്ചു വന്നിട്ട് അങ്ങനെ കാലിനൊരു വേദനയോ അങ്ങനെ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ അവസരം കിട്ടുന്നവർക്ക് ഈ യാത്രയൊന്ന് പോകുന്നത് നല്ലതാണ്. എല്ലാ മാസവും സജി ഇങ്ങനെ വണ്ടി വിടുന്നുണ്ട്, വേറെ ആൾക്കാരും ഒക്കെ വിടുന്നുണ്ടായിരിക്കാം. അപ്പം ആവശ്യമുള്ളവരൊക്കെ ഒന്ന് പോയി കാണുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.